ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് കർക്കിടക അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് മുൻപ് ഞാൻ കർക്കിടകത്തിലെ സ്പെഷ്യൽ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അപ്പോൾ നമുക്ക് ഈ കർക്കിടക അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അപ്പമാണ്. അപ്പോൾ ഈ കർക്കിടക അപ്പത്തിന് വേണ്ടിയിട്ട് 1/2 കിലോ നവര അരിയാണ് എടുത്തിട്ടുള്ളത്. നവര അരി അല്ലെങ്കിൽ സാധാരണ അരിയിലും ചെയ്തെടുക്കാം, പക്ഷേ ഗുണം നവര അരിയിൽ ചെയ്തെടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കണം. അതുപോലെ നന്നായിട്ട് തന്നെ കുതിർത്തിയിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴാണ് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് കുതിരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുതിർന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതിൽ ചേർക്കുന്ന എല്ലാ ധാന്യങ്ങളായിക്കോട്ടെ അരി ആയിക്കോട്ടെ നന്നായിട്ട് കുതിർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോഴാണ് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതാ 100 ഗ്രാം രാജ്മയാണ് എടുത്തിട്ടുള്ളത്. അതും നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതും നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതും നമുക്ക് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിതാ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിറയെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുതിരാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ 100 ഗ്രാം ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ഇനി അതും ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടും വെള്ളം നിറയെ ഒഴിച്ചിട്ട് ഇതും അടച്ചങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തത് വെള്ളക്കടലയും 100 ഗ്രാം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതും നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കഴുകിയെടുത്തിട്ട് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലും വെള്ളം ഒഴിച്ചിട്ട് ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. ഇത് തേങ്ങ ചിരകിയതൊന്ന് മൂപ്പിച്ചെടുക്കാനുള്ളത് തന്നെ. അപ്പോൾ ഞാനിത് 1/2 മുറിയോളം തേങ്ങ ചിരകിയത് എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ പാനിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഗീയിലൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് തേങ്ങ ചിരകി ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തില്ലേ, അത് 1/2 മുറിയോളം തേങ്ങാക്കൊത്ത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ എണ്ണയിൽ മൂപ്പിച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഈ എണ്ണയോട് കൂടി തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം. അത് ഇത്രയേ ആവണ്ടുള്ളൂ. അല്ലാണ്ടങ്ങ് ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആവണ്ട കേട്ടോ. നമ്മൾ നെയ്യപ്പത്തിനൊന്നും ചെയ്യുന്ന പോലെ. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 4 or 5 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ചെറിയ പുളിപ്പോട് കൂട്ടിയിട്ടുള്ള ചെറുപഴമാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി വെക്കാം. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതാ 1/2 കിലോളം വെല്ലം എടുത്തിട്ടുണ്ട്. അര മുതൽ 3/4 കിലോ വരെ എടുക്കുക കേട്ടോ. അത് നിങ്ങളെ മധുരത്തിന് ആവശ്യമായിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ചിരകി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ കുറച്ചുകൂടെ എളുപ്പം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. ഇനി അതും അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അരി കുതിർന്നൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ഞാനിത് ഓവർനൈറ്റ് വെച്ചതായിരുന്നേ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് കിട്ടുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചല്ല അരക്കുന്നത്. ആദ്യം ഈ നവര അരി അരച്ചതിന് ശേഷമാണ് മറ്റുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് അരച്ച് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബൗളിൽ ഒഴിച്ചിട്ടാണ് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രൈൻഡറിലാണെങ്കിൽ ഒന്നിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ അരി ഇപ്പോൾ നവര അരി ഇപ്പോൾ ഇത് ഇത്രയും അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ. അതാദ്യം വെള്ളം ഒട്ടും തൊടാതെയാണ് ഞാൻ അരച്ചെടുത്തത് കേട്ടോ. എന്നോടത് പറയാൻ വിട്ടുപോയി. വെള്ളം ഒട്ടും ചേർക്കേണ്ടതില്ല. ഇനി ഇതിലോട്ട് പഴം ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് ലൂസാക്കി എടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ 2 പഴമാണ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചിരകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഈ സമയത്ത് മുഴുവനായിട്ടല്ല കുറച്ച് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ അതൊന്ന് ലൂസായി വരും കേട്ടോ. അതുകൊണ്ടാണ് ഈ സമയത്ത് വെള്ളം ചേർക്കാത്തത്. കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇപ്പം നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയൊരു ബൗളിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ബാക്കിയുള്ള പയറൊക്കെ ഇല്ലേ, അതൊക്കെ പരിപ്പും പയറൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അരച്ചിട്ട് ഇതിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലൊരു വലിയ പാത്രം എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് അരി അരച്ച അതേ ജാറിൽ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ അരച്ചെടുക്കുന്നത്. ഒന്നിച്ച് മിക്സ് ചെയ്യുന്നതല്ലേ. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, രാജ്മ നന്നായിട്ട് കുതിർന്ന് വലിയതായിട്ട് വന്നിട്ട് ഒന്ന് കളറും ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലുള്ള വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം നേരത്തെ പോലെ തന്നെ പഴം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വെള്ളം കളഞ്ഞിട്ട് ഇത് മാത്രമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പഴം ഇതിലും ഞാൻ ഒരു പഴം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. പഴവും വെല്ലവും ഈ സമയത്തും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഓരോന്ന് ചേർക്കുമ്പോഴും ഇതുപോലെ പഴവും വെല്ലവും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള വെല്ലത്തിൽ നിന്ന് കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ.
ഇതാ നല്ല സ്മൂത്തായിട്ട് ഇതും അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുതിർന്ന് കിട്ടിയാൽ നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് അരച്ച് മാറ്റി വെച്ച നവരരിയില്ലേ, അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് കുറച്ച് ടൈറ്റായിട്ട് ഉണ്ടാകാൻ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാനുള്ളതല്ലേ. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത വെള്ളക്കടല കൂടെ കുതിർന്നൊന്ന് നോക്കാം. ഇതാ വെള്ളക്കടലയും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കട്ടെ. എന്നിട്ട് ഇതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പഴവും കുറച്ച് വെല്ലവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും അരച്ചെടുക്കാം. ഇതാ കടലയും നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിൽ തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ചെറുപയറും ഇതാ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതും ഞാൻ ഓവർനൈറ്റ് തന്നെ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതേ മിക്സിയുടെ ജാറിൽ തന്നെ മുഴുവൻ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലും പഴവും മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലവും ചേർത്ത് കൊടുക്കാം. ഇനി അരച്ച് വെച്ച ചെറുപയറും നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബൗളിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇട്ട് കൊടുക്കാം, പക്ഷെ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ വെള്ളം ആദ്യം ചേർക്കരുത്. ഈ സമയത്ത് നോക്കി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷവും നോക്കിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇത്രയാവണ്ട കേട്ടോ, അധികം അങ്ങ് ലൂസായി പോകരുത്. നോക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വഴറ്റി മാറ്റി വെച്ച തേങ്ങയില്ലേ, അത് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൊത്ത ചേർക്കുന്നെങ്കിൽ അതിൽ ഗീ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതുപോലെ ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൗഡറും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ ചുക്ക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കണ്ടോ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആക്കാം. കാരണം അധികം തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ചുട്ടെടുത്ത് കഴിയുമ്പോൾ അത് വല്ലാണ്ടങ്ങ് ഹാർഡായി പോകും. അധികം അങ്ങ് ലൂസായാൽ നമുക്ക് പിന്നെ അത് ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കാൻ നോക്കാം. ഇപ്പോൾ ഇനി നമ്മൾ സാധാരണ ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നിറയെ ഒഴിക്കാതെ ഒരു 1/4 ഭാഗത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ നോക്കാം. എന്തായാലും ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ മുകളിലോട്ടായിട്ട് എല്ലാ ഭാഗത്തോട്ടും ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കണ്ടോ, ഇപ്പോൾ കണ്ടോ എല്ലാ ഭാഗത്തോട്ടും വന്നില്ലേ. ഇനി ഇത് നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം വളരെ താഴ്ത്തി വെക്കുക. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് ചൂടായിട്ടല്ല എണ്ണ ഉണ്ടാകാൻ, ആ സമയത്ത് തന്നെ ഫ്ലെയിം താഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ ഒരു വശം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മറുവശം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇത് കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ഗുണവും പോവും ടേസ്റ്റും പോവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വെളിച്ചെണ്ണയിൽ തന്നെ ആക്കണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എണ്ണയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. മാറ്റുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അടിവശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ പെട്ടെന്ന് തന്നെ ആ ഭാഗം കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ ഏതിലൊക്കെയാണോ കുഴിയിൽ ഇല്ലാത്തത് അതിലൊഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിറയെ ഒഴിക്കാതെ ഇതുപോലെ പകുതിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം അതിൻ്റെ മാവും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉൾവശമൊക്കെ പെട്ടെന്ന് വെന്ത് വരും. ഇനി ഇത് നേരത്തെ പോലെ തന്നെ തിരിച്ചും മറിച്ചുവിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മളെ ടേസ്റ്റ് ഈസി ആയിട്ടുള്ള ഈ കർക്കിടകത്തിൽ നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കർക്കിടക അപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരത്തിൽ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് എരിവിലും ആക്കാം. ഇതിന് മധുരത്തിന് പകരം നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതിലോട്ട് നമ്മൾ പഴം ചേർത്തല്ലോ, അതിന് പകരം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയില്ലേ അതും ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് അങ്ങനെ ചേർത്തെടുത്തിട്ടും കഴിക്കാൻ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മധുരം ഇഷ്ടമില്ലാത്തവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.
കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല, മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം. അതല്ല എരിവില ഇഷ്ടമെങ്കിൽ പച്ചമുളക്, കുരുമുളക്, കറിവേപ്പില, മല്ലിയില ഇതൊക്കെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് വെള്ളവും ചേർത്തൊന്ന് അരച്ചെടുത്താൽ മതി. നമ്മളിപ്പോൾ ഇതിന് വെള്ളം കുറച്ചല്ലേ ചേർത്ത് കൊടുത്തുള്ളൂ, അതിൽ വെള്ളം കുറച്ച് ചേർത്ത് അരച്ചെടുത്താൽ മതി. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്ന് കണ്ട, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് മുൻപും ഞാൻ എള്ളും അവിലും ചെയ്തിട്ടുണ്ടായിരുന്നു കർക്കിടക സ്പെഷ്യൽ. അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്